മൂന്നാം ഘട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏതാണ്ട് പാതിയോളം അല്ലെങ്കിൽ പാതിയിൽ ഒരല്പം കൂടുതൽ സീറ്റുകളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, വോട്ട് യന്ത്രത്തിലായിരിക്കുന്നു എന്ന് പറയാം. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്താണ് എന്ന് ചോദിച്ചാൽ, ഒന്നാം ഘട്ടം ദക്ഷിണേന്ത്യയും, രണ്ടാം ഘട്ടത്തിൽ കുറച്ച് ദക്ഷിണേന്ത്യയും, മൂന്നാം ഘട്ടത്തിൽ കൂടുതൽ ഉത്തരേന്ത്യയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, BJP നയിക്കുന്ന NDA മുന്നണി 2019 നേടിയ സീറ്റിനേക്കാൾ കുറവായിരിക്കും ഈ മൂന്ന് ഘട്ടത്തിലുമെന്ന് BJP നേതാക്കൾ പോലും സമ്മതിക്കുന്നു. പോളിംഗിന്റെ കുറവ് മാത്രമല്ല, അവിടുത്തെ സമകാലിക രാഷ്ട്രീയ അന്തരീക്ഷവും അവിടുത്തെ ഘടനയിലുണ്ടായ മാറ്റവും ജനങ്ങൾക്ക് സർക്കാരിനോടുള്ള അഭിപ്രായവും ഒക്കെ ഇതിൽ പ്രകടമാണ്. പോളിംഗ് കുറഞ്ഞത് ഒരു കാര്യമാണ്. എങ്ങനെയെങ്കിലും വന്ന് BJP ജയിപ്പിക്കണം എന്ന മോഡി പ്രഭാവം ഇന്ന് നിലനിൽപ്പില്ല. യുവാക്കൾ ആവേശത്തോടു കൂടി വന്ന് മോഡിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നില്ല. കാരണം അവർക്ക് ആ പ്രതീക്ഷയൊക്കെ അവർക്ക് നശിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം കുറച്ചുകൂടി ഐക്യത്തോടു കൂടിയാണ് നിൽക്കുന്നത് എന്നതുകൊണ്ട് നമുക്കറിയാം, കർണാടക കഴിഞ്ഞ തവണ വളരെ കുറച്ച് സീറ്റാണ് ബാക്കിയുള്ളവർക്ക് കിട്ടിയത്, BJP കിട്ടിയത്. ഇത്തവണ കർണാടക ഒന്നാം ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തോടൊപ്പമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഏതാണ്ട് പകുതി 14ഓളം സീറ്റിൽ. അന്ന് വലിയ തിരിച്ചടി ആ ഭാഗങ്ങളിൽ ഉണ്ടാകും. പക്ഷേ അടുത്ത ഭാഗത്ത് ഞങ്ങൾക്ക് മേൽക്കൈ ഉണ്ടാകുമെന്നാണ് BJP പറഞ്ഞത്. പക്ഷെ ആ മേൽക്കൈ പൂർണ്ണമായും ഇല്ലാതാകുമെന്നാണ് രേവണ്ണയുടെ ബന്ധപ്പെട്ട വിവാദം, ലൈംഗിക വിവാദം വരികയും അയാളുടെ അച്ഛനെ അറസ്റ്റ് ചെയ്യുകയും ഇപ്പൊ മകൻ ഏത് നിമിഷവും വരാമെന്ന് പറയുകയും അവർക്ക് തന്നെ തള്ളി പറയേണ്ടി വരികയും ചെയ്തുകൊണ്ട് JDS എന്ന് പറയുന്ന BJPയുടെ സഖ്യകക്ഷിയിലുണ്ടായ പ്രശ്നങ്ങൾ തീർച്ചയായും വലിയ തോതിൽ അവരുടെ ഭാവിയെ ബാധിക്കും. മഹാരാഷ്ട്രയിൽ NCP എന്ന് പറഞ്ഞാൽ അത് ശരത് പവാറാണ്, അജിത് പവാർ അല്ല എന്നും, ശിവസേന എന്ന് പറഞ്ഞാൽ അത് ഉദ്ധവ് താക്കറെയാണ് എന്നും തെളിയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് BJPക്കാർ പോലും ഭയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണ കിട്ടിയേക്കാൾ കുറവ് സീറ്റ്, കുറവല്ല വളരെ കുറയും സീറ്റ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ ബംഗാളിൽ പോലും പല സീറ്റുകളിലും ഇവർക്കിപ്പോൾ പഴയ പോലെ ആ സ്വാധീനം നിലനിർത്താൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. UPയിൽ പ്രതിപക്ഷം എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ നേടും. ഈ ഏറ്റവും ഒടുവിൽ നടന്ന ഗുജറാത്ത് സംസ്ഥാനത്തിലെ 26 സീറ്റ് നേടിയതാണ്. സൂത്രപ്പണിയിൽ ഒരു എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നൊക്കെ ഉണ്ട്, അതിന്റെ ജാടയും ഒക്കെ നമുക്കറിയാം. പക്ഷെ അതിനേക്കാൾ പ്രധാനം 3-4 സീറ്റ് എന്തായാലും പോകുമെന്ന് BJP തന്നെ സമ്മതിക്കുന്നുണ്ട് ഗുജറാത്ത്. എന്ന് പറഞ്ഞാൽ ഒരു പുറകോട്ടടി കഴിഞ്ഞ തവണത്തെ അത്ര എത്തില്ല എന്ന ഒരു തോന്നൽ BJPക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രീതികളിലും സ്വരങ്ങളിലും ഒക്കെ പ്രധാനമന്ത്രി നിരന്തരം മാറ്റുന്നത്. രാമക്ഷേത്രത്തിൽ തുടങ്ങിയ കാര്യമാണ് അവസാനം കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ തർക്ക വിഷയമായി. കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ ആണ് ചർച്ച ചെയ്യുന്നത് പ്രധാനമന്ത്രി, അല്ലാണ്ട് BJPയുടെ മാനിഫെസ്റ്റോ അല്ല. എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് നേടിയ ഒരു മേൽക്കൈയാണ് എന്ന് തന്നെ കരുതണം. ഇന്ത്യ മുന്നണിയുടെ ഒരു മേൽക്കൈയാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ബീഹാർ ആണെങ്കിലും UP ആണെങ്കിലും ഒക്കെ ഒരു തിരിച്ചടി നേരിടും. അങ്ങനെ നേരിട്ടാൽ അത് അടുത്ത ഘട്ടത്തിൽ എങ്ങനെ വരും എന്നറിയില്ല. ഇനി അടുത്ത ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പല സ്ഥലങ്ങളിൽ നൽകുന്ന സൂചനയും അത്ര ഗുണകരമല്ല BJPക്ക്. ഇപ്പോൾ ഹരിയാന എന്ന് പറഞ്ഞാൽ ഹരിയാനയിൽ 10 സീറ്റും ഡൽഹിയിൽ 7 സീറ്റുമുണ്ട്. ഈ 2 സംസ്ഥാനങ്ങളിലും വലിയ തിരിച്ചടി BJP നേരിടും എന്നാണ് ഇതുവരെയുള്ള അറിയിപ്പ്. ഹരിയാനയിൽ ഉണ്ടായിരുന്ന ഗവൺമെന്റ് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അവിടെ JJP എന്ന് പറയുന്ന അവിടുത്തെ ലോക്കൽ ഒരു പാർട്ടി, ചൗട്ടാല ഇതിലൊരു പാർട്ടി ഇപ്പോൾ BJPക്കുള്ള പിന്തുണ പിൻവലിച്ചിരിക്കുന്നു. സ്വതന്ത്രന്മാർ പിന്തുണ പിൻവലിച്ചിരിക്കുന്നു. അവിടെ ഉണ്ടാക്കിയ അവിയൽ സംവിധാനം തകർന്നിരിക്കുന്നു. കോൺഗ്രസ് മന്ത്രിസഭ ഉണ്ടാക്കുമോ വീഴുമോ എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഗവർണർ അവരുടെ പക്ഷത്താണ്. മറ്റൊന്ന്, വിശ്വാസ വോട്ട് നേടിയിട്ട് 6 മാസമായിട്ടില്ല. അപ്പൊ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ പറ്റില്ല സാങ്കേതികമായി. അവിടെ വേറെ സർക്കാരായിരുന്നെങ്കിൽ ഗവർണർ ഇപ്പൊ അതിനെ പിരിച്ചുവിട്ടാൻ. BJPയുടെ സർക്കാർ ആയതുകൊണ്ട് ഗവർണർ പരമാവധി സംരക്ഷിക്കും. എന്ന് പറഞ്ഞാൽ അന്യായമായ സംരക്ഷണം ഗവർണറുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഭാഗത്ത് നിൽക്കുന്നതുകൊണ്ട് മാത്രം അധികാരത്തിലിരിക്കുന്ന ഒരു മന്ത്രിസഭയാണ്. പക്ഷെ അത് നൽകുന്ന മറ്റൊരു സൂചനയുണ്ട്. അവിടെ വലിയ തോതിൽ ജനങ്ങൾ ഗവൺമെന്റിനെതിരായിരിക്കുന്നു, BJPക്ക് എതിരായിരിക്കുന്നു എന്നാണ്. കഴിഞ്ഞ തവണ എല്ലാ സീറ്റുകളും നേടിയ ഹരിയാനയിൽ ഇത്തവണ ചിലപ്പോൾ ഒരു സീറ്റ് പോലും കിട്ടാതിരിക്കാം. അതേ സ്ഥിതി അത് കർഷക സമരവുമായി ബന്ധപ്പെട്ടും അതിന്റെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഡൽഹിയിലും ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള സഖ്യം, ഹരിയാനയിലും ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള സഖ്യം ഒക്കെ വലിയ തോതിൽ BJPക്ക് തിരിച്ചടി ഉണ്ടാവുകയും ഇന്ത്യ മുന്നണിക്ക് മുൻപോട്ട് പോകാൻ കഴിയുകയും ചെയ്യും എന്നാണ് ഇപ്പോഴുള്ള ഒരു വിലയിരുത്തൽ.